നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും തന്നെ ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവും. ഏതൊരു കാര്യത്തിലായാലും നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങളായിരിക്കും നമുക്ക് വലുത്. പലർക്കും പല രീതിയിലുള്ള ഇഷ്ടങ്ങളായിരിക്കും. അതുപോലെ തന്നെയാണ് ചിലർക്ക് ഇഷ്ടപ്പെട്ട നമ്പേഴ്സ് ഉണ്ടാവും. ചിലർക്ക് എന്നല്ല, നമുക്ക് എല്ലാവർക്കും നമ്മുടെ പ്രിയങ്കരമായിട്ടുള്ള ഒരു നമ്പർ ഉണ്ടാകും. നമുക്ക് തന്നെ ഭാഗ്യം നൽകുന്നു എന്ന് തോന്നുന്ന ഒരു നമ്പർ. ജ്യോതിഷപരമായിട്ട് പറയുമ്പോൾ ഓരോ വ്യക്തികൾക്കും ഓരോ ഭാഗ്യ നമ്പർ ഉണ്ട്. അതല്ലാതെ തന്നെ ഒരുപക്ഷെ നമുക്ക് മറ്റു ചില നമ്പർ ആയിരിക്കാം നമ്മുടെ ഭാഗ്യ നമ്പർ എന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ ചില നമ്പേഴ്സിനോട് നമുക്ക് വളരെ ഒരു അട്രാക്ഷൻ തോന്നാറുണ്ട്, വളരെ പ്രിയപ്പെട്ടതായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നമ്പർ ഏതാണോ ആ ഒരു നമ്പർ നോക്കിക്കൊണ്ട് നമുക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ചില രഹസ്യങ്ങൾ പറയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് പറയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഭാവിയിൽ ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ച് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ ഇഷ്ട നമ്പർ ആയിട്ടുള്ള ആ ഒരു നമ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ചില രഹസ്യങ്ങളെ കുറിച്ചാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ സംഭവിച്ച ചില പ്രധാന കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ട നമ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ഇത് എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഞാൻ ഈ സ്ക്രീനിൽ 1 മുതൽ 0 വരെയുള്ള 10 സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങളുടെ ആ ഒരു ഇഷ്ട നമ്പർ ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണ് വേണ്ടത്. ഈ നമ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇഷ്ട നമ്പർ 1 തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലം പറയാം. നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ കുടുംബ സമാധാനവും ശുചിത്വവും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. പറയാൻ കാരണം, നിങ്ങളുള്ള റൂമാണെങ്കിലും നിങ്ങളുടെ വീടിന്റെ ചുറ്റുപുറമാണെങ്കിലും ശരി, വളരെയധികം വൃത്തിയോടുകൂടി കിടക്കണമെന്ന കാര്യത്തിൽ വളരെ കൃത്യനിഷ്ഠയുള്ള ആളുകളാണ് നിങ്ങൾ. മാത്രവുമല്ല, കുടുംബത്തിലെ മറ്റാർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ അവരെക്കാൾ കൂടുതൽ അതിൽ വേവലാതിപ്പെടുന്ന ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിവിടെ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത്, നിങ്ങളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏത് പ്രശ്നങ്ങളും അത് പരിഹരിക്കപ്പെട്ട് കിട്ടുക തന്നെ ചെയ്യും. ഇനി ഒരു പക്ഷേ അല്പം വൈകിയാണെങ്കിലും അത് നടന്നിരിക്കും. അത് സാമ്പത്തികമാവട്ടെ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങളാകട്ടെ, ഇനി അതുമല്ലെങ്കിൽ മറ്റു കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാകട്ടെ, അതെല്ലാം തന്നെ പരിഹരിക്കപ്പെട്ട് കിട്ടും. വിവാഹം, പ്രേമം, സാമ്പത്തികം തുടങ്ങി ഇജാതി വിഷയങ്ങളില് നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ സ്മൂത്തായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ നടന്നു കിട്ടിയിരിക്കും. ഇനി ഒരു പക്ഷേ ഇത് കേൾക്കുന്ന നിങ്ങൾ വിവാഹിതരല്ല എങ്കിൽ കൂടിയും നിങ്ങളുടെ മനസ്സിലെ വിവാഹമെന്ന ആ സ്വപ്നം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ കറങ്ങി തിരിഞ്ഞ് വന്നിരിക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് നടന്നു കിട്ടിയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാല്, ആഗ്രഹ സാഫല്യം അല്പം വൈകിയാലും നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുന്ന പോലെ തന്നെ 100% ഉറപ്പാണ് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ഇഷ്ടസംഖ്യ 1 തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ഇഷ്ടസംഖ്യ 7 തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഫലം പറയാം. നിങ്ങൾക്ക് ഒരു സ്ഥിരം സുഹൃത്ത് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ വളരെ അപൂർവമായി നിങ്ങളുടെ സുഹൃത്ത് വലയത്തിലേക്ക് ഒരാൾ വന്നുപെട്ടാൽ അവരെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ കൊണ്ടു നടക്കും. പക്ഷെ അവരോടുള്ള സ്നേഹം നിങ്ങൾ പുറമെ പ്രകടിപ്പിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ എടുത്തു പറയാനുള്ളത് ഒരു ശുഭവാർത്തയാണ്. ഇപ്പോൾ നിങ്ങൾ എന്താഗ്രഹം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ വീഡിയോ കാണാൻ ആരംഭിച്ചത്, ആ കാര്യം നിങ്ങൾക്ക് നടന്നിരിക്കും. അത് സാമ്പത്തികമാകാം, പ്രേമബന്ധങ്ങളാകാം, വിവാഹബന്ധമാകാം, അങ്ങനെ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പുമാകാം. അതിന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ നടന്നിരിക്കുമെന്ന കാര്യത്തില് യാതൊരുവിധ തർക്കവുമില്ല. ഒരു പക്ഷേ ആ കാര്യത്തിൽ ഇതിനു മുൻപ് പ്രയത്നിച്ചിട്ടും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് അതിൽ വിജയിക്കാതിരിക്കാനാവില്ല എന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ്.
മാത്രവുമല്ല, ചില അബദ്ധങ്ങൾ അല്ലെങ്കിൽ ചില നഷ്ടങ്ങൾ മുൻകാലങ്ങളിൽ നിങ്ങൾക്ക് സംഭവിച്ചതിൽ നിന്നും കിട്ടിയ ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിൽ നിങ്ങൾ കൂടുതൽ ശക്തരായി മാറിയിരിക്കുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇനി നിങ്ങളെ തളർത്താൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇഷ്ടസംഖ്യ ആയിട്ട് 7 തിരഞ്ഞെടുത്തവർക്കുള്ള ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ഇഷ്ടസംഖ്യയായി 0 തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങൾ പറയാം. നിങ്ങളെ സംബന്ധിച്ച് അധികമൊന്നും ആലോചിക്കാതെ ഒറ്റ നിമിഷം കൊണ്ട് തന്നെ സ്പഷ്ടമായിട്ട് പറയാൻ സാധിക്കുന്നത്, നിങ്ങൾ സഹായിച്ചവർ, അതായത് നിങ്ങളിൽ നിന്നും സഹായം കൈപ്പറ്റിയവർ നിങ്ങളെ തിരിച്ച് സഹായിക്കാൻ തയ്യാറാകുന്നില്ല. മാത്രവുമല്ല, നിങ്ങളുടെ ജീവിത രീതി ഒന്ന് നോക്കി പറഞ്ഞാല്, നിങ്ങൾക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഇങ്ങോട്ട് നോക്കിയാല് നിങ്ങൾ ആഗ്രഹിച്ചതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറിയ പങ്കും സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകം ഓർക്കുക, ഇതെല്ലാ കാര്യങ്ങളുമല്ല, ഏകദേശം ഒരു 90% കാര്യങ്ങളും, അതായത് ഈ പറഞ്ഞ 100-ൽ 90% കഴിഞ്ഞ് ബാക്കി 10% നിങ്ങൾക്ക് അനുകൂലമാണ്. പക്ഷെ അത് യാദൃശ്ചികമായിട്ട് ദൈവാനുഗ്രഹം മൂലം സംഭവിക്കുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഇടയ്ക്കും തലയ്ക്കും തുച്ഛമായ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്. അതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ നിങ്ങൾക്ക് പ്രതികൂലമായിരുന്നു. ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാല്, ആ ഒരു കാര്യം എനിക്ക് നടന്നു കിട്ടിയെങ്കിൽ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലെല്ലാം അത് സംഭവിച്ചിരിക്കുന്നത് നേരെ വിപരീതമായിട്ടാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ കരുതിയിട്ടുള്ള ആ ഒരു കാര്യം അത് നിങ്ങൾക്ക് 100-ൽ 100% അനുകൂലമായിരിക്കുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുന്ന ഒരു അവസ്ഥയിലാണ് അത് പരിണമിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇഷ്ട നമ്പറായി 0 തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ ഇഷ്ട നമ്പർ 5 ആണ് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. കഴിഞ്ഞു പോയ ഓരോരോ കാര്യങ്ങളെ കുറിച്ചും ഓർത്ത് നിങ്ങളുടെ ഉള്ള സമാധാനവും കൂടി നശിപ്പിക്കുന്ന ആളുകളാണ് നിങ്ങൾ. അതായത് നിങ്ങൾ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ മനസ്വസ്ഥത നശിപ്പിക്കുവാൻ വേണ്ടി നിങ്ങളുടെ ചിന്തയിലേക്ക് കൂടെ കൂടെ കടന്നു വരാറുള്ളത്. ഇത് എപ്പോഴുമല്ല, ഏകദേശം ഇങ്ങനെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ. അപ്പോൾ ഇതിന്റെ ഭാഗമായി സാമ്പത്തികമായാലും വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ രംഗങ്ങളിലുമെല്ലാം തന്നെ വളരെയധികം ഒറ്റപ്പെടലുകളും ശകാരങ്ങളും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം മുതൽ അങ്ങോട്ട് പറയാനുള്ളത്, ഉടനെ തന്നെ ശക്തമായ ഒരു ബന്ധം നിങ്ങൾ ആരംഭിക്കുകയും ആ ഒരു റിലേഷൻഷിപ്പ് ഒരുപക്ഷെ നിങ്ങളുടെ ആത്മാർത്ഥതയുള്ള ഒരു സുഹൃത്തുമായിട്ടുമാകാം, അല്ലെങ്കിൽ എല്ലാം മനസ്സ് തുറന്ന് പങ്കുവയ്ക്കാനാകുന്ന ഒരു പ്രണയബന്ധം. ഇനി ഇത് രണ്ടുമല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ തന്നെയുള്ള ഒരു അകന്ന ബന്ധുവുമായിട്ട് റിലേഷൻഷിപ്പുമാകാം. ഇപ്പറഞ്ഞതിൽ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് മൂലം ചില ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ വരുത്തി വെക്കാൻ അത് ഇടയാക്കി തീർക്കും. ഈ പറഞ്ഞത് തർക്കമില്ലാത്ത കാര്യമാണ്. ഇനി അടുത്തതായിട്ട് 9 എന്ന സംഖ്യ ഇഷ്ട നമ്പറായിട്ട് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളെ കുറിച്ച് പറയാം. നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഫലങ്ങളാണ് ഇനി ഞാൻ പറയുന്നത്. ഈ ദൈവിക ശക്തി അത് നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. കാരണം അത് അനുഗ്രഹമായിട്ടാണ് നമ്മിലേക്ക് ലഭിക്കുക. എന്നാൽ ഈ പറഞ്ഞ ദൈവാനുഗ്രഹം നിങ്ങളുടെ കാര്യത്തില് ഇപ്പോൾ അച്ചിട്ടായിട്ട് മാറാൻ പോവുകയാണ്. ഇത് പറയാൻ കാരണം, ഏതോ ഒരു രൂപത്തില് ദൈവിക ശക്തി ഇപ്പോൾ നിങ്ങളിൽ കയറി കൂടിയിട്ടുണ്ട്. ഈ ഒരു ഈശ്വര പ്രഭാവം നിങ്ങളിലേക്ക് പ്രവേശിക്കാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചാല്, ഇവിടെ നമുക്ക് ഫലപ്രകാരം കാണുന്നത് പറയുകയാണെങ്കിൽ, ഈ കഴിഞ്ഞ ഇടയായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതചര്യയില് ചില മാറ്റങ്ങളെല്ലാം സ്വയം വരുത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ട് ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന പല ഓപ്പോസിറ്റ് കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു ചേരാൻ പോവുകയാണ്. അതായത് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു പ്രവണതയുടെ ഫലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത്യാനന്ദം ഉണ്ടാകുന്ന ചില അവിസ്മരണീയ സംഭവങ്ങൾ അധികം താമസിയാതെ നടക്കും എന്നുള്ളതാണ്. ഇത് വിവാഹമാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു ബന്ധം അത് യാഥാർത്ഥ്യമാകുന്നതാകാം. ഇനിയിപ്പം അതുമല്ലെങ്കിൽ വളരെ നാളുകളായിട്ട് ഒരു ലോട്ടറിയിൽ നിന്നും ധനം ലഭിക്കണമെന്നുള്ള ആ ഒരു സ്വപ്നം അത് പൂവണിയുന്നതാകാം. എന്തായാലും ഈ രീതിയിലുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് നടന്നിരിക്കും എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് ഇഷ്ടസംഖ്യയായിട്ട് 2 തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം.
നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ് നിങ്ങളിൽ പൊതുവേ ഉണ്ട്. എപ്പോഴും അങ്ങനെയാണ് എന്നല്ല, ചില സമയങ്ങളിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ വീടിന് പുറത്ത് ഒന്ന് ഇറങ്ങിപ്പോയാൽ നല്ല പ്രസരിപ്പ് നിങ്ങളിൽ കാണാൻ സാധിച്ചേക്കും. ഇത് കേൾക്കുന്ന നിങ്ങൾ ഒരു കോളേജ് വിദ്യാർത്ഥിയാകാം, അല്ലെങ്കിൽ ഒരു വീട്ടമ്മയാകാം, അങ്ങനെ ആര് വേണമെങ്കിലും ആകാം. ഇങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ പൊതുവെ നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു നല്ല ശാന്തതയോടുകൂടി, നല്ല സ്വസ്ഥതയോടുകൂടി ഒന്നിരിക്കാനോ കിടക്കാനോ നടക്കാനോ കഴിയുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു ഫുൾഫിൽനെസ് കിട്ടുന്നില്ല, അങ്ങനെ പറയുന്നതാണ് കൂടുതൽ ശരി. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു അത്ഭുത മാറ്റം വരുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ ഉടനടി അരങ്ങേറും. അതൊരു പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിനനുസരിച്ച്, ആ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു മാസമോ അടുത്ത മാസമോ അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ടാണെങ്കിലും ശരി അത് സംഭവിച്ചേക്കാം. പറയാൻ കാരണം നിങ്ങൾ ഓരോരുത്തരും അതിനെ സമീപിക്കുന്നത് പോലെയിരിക്കും ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നതും പ്രാവർത്തികമാകുന്നതും. എന്തായാലും അപ്രതീക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് വെച്ച് ചില അപ്രതീക്ഷിത കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കും. അതിനെ തുടർന്ന് ജീവിതം അതിന്റെ ആഹ്ലാദപൂർണമായ തലങ്ങളിലേക്ക് എത്തുന്നതാണ്. ഇതിപ്പോ സാമ്പത്തികമായാലും സമാധാനമായാലും എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നടന്നിരിക്കും എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് ഇഷ്ടസംഖ്യ 6 തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ധനവുമായിട്ട് ബന്ധപ്പെട്ട സ്വസ്ഥത, അതാണ് നിങ്ങളെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. അത് നിങ്ങളുടെ മനസ്വസ്ഥതയും സമാധാനവും തകർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ചിലരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വിഷമം ഇവിടെ ഈ ഫലത്തിൽ കാണുന്നത് കുടുംബ പ്രശ്നമാണ്. ഇത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടും കാണുന്നുണ്ട്, അതോടൊപ്പം വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഓൾറെഡി വിവാഹിതരാണെങ്കിൽ ദാമ്പത്യവുമായിട്ട് ബന്ധപ്പെടുത്തി ഇതിനെ കാണേണ്ടി വരും. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് പരിഹാരവും ഉണ്ടായിരിക്കുന്നതാണ് എന്ന് വേണം പറയുവാൻ. പക്ഷെ ഇവിടുത്തെ ആ പ്രത്യേകത എന്തെന്നാൽ, നിങ്ങൾ എന്താണ് മനസ്സിൽ പ്രതീക്ഷിച്ചത് അത് 100 മടങ്ങ് ഗുണഫലമായിട്ടായിരിക്കും നിങ്ങൾക്കിനി അങ്ങോട്ട് ലഭിക്കാൻ പോകുന്നത്. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ശമ്പളത്തിന്റെ അനേകം മടങ്ങ് ശമ്പളം നിങ്ങൾക്ക് ലഭിച്ചേക്കും. ഇനി ഒരു പക്ഷേ ബാങ്കിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള ചിട്ടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ധനമിടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളിലാണ് നിങ്ങൾ ഏർപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് 10 പ്രതീക്ഷിച്ചെടുത്ത് നിന്നും 100 ലഭിക്കും എന്നാണ് ഇതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചില ഞെട്ടിക്കുന്ന ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് വന്നു ചേരാൻ തുടങ്ങും. ഇനി അടുത്തതായിട്ട് 3 എന്ന സംഖ്യ ഇഷ്ടസംഖ്യയായി തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങൾ നോക്കാം. ഒരു തൊട്ടാവാടി പോലുള്ള സ്വഭാവ പ്രകൃതമാണ് നിങ്ങളുടേത്. അതായത് പൊതുവായിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ആളുകൾ നിങ്ങളെ ഇതിനോടകം ചൂഷണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രത്യേകത നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ ആരെങ്കിലും നിങ്ങളെ ഒന്ന് ശകാരിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ഡൗൺ ആയി പോകും. പറയാൻ കാരണം അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വരാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, മറ്റുള്ളവർ നിങ്ങളെ ഉപദ്രവിച്ചാൽ പോലും അവരോട് ദൈവം ചോദിച്ചുകൊള്ളും എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി തർക്കത്തിനൊന്നും നിൽക്കാതെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു സ്വഭാവ പ്രകൃതമാണ് നിങ്ങളുടേത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവ പ്രകൃതം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോഴും എപ്പോഴും ദുഃഖം അനുഭവിക്കേണ്ടി വരാനുള്ള ആ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്. എന്നാൽ ഇതൊരു സൽസ്വഭാവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഈ സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ ഒരു സുവർണാവസരം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ്. അതായത് പറഞ്ഞു വരുന്നത്, ഇത്ര നല്ലൊരു സൽസ്വഭാവമായിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി നിങ്ങളെ ആത്മാർത്ഥതയോടുകൂടി നിങ്ങളുടെ ജീവിത മേഖലയിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് ആ വ്യക്തി മുഖാന്തരം നടന്നു കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു ജീവിത അനുഭവമായിരിക്കും, അല്ലെങ്കിൽ അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് ഇത് മുഖാന്തരം സംഭവിക്കാൻ പോകുന്നത്. ഇനി അടുത്തതായിട്ട് 8 എന്ന സംഖ്യ ഇഷ്ടസംഖ്യയായി തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളിലേക്ക് കടക്കാം. നിങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കുടുംബത്തിൽ നിന്ന് സ്വസ്ഥതയില്ല, ജോലി സ്ഥലത്ത് നിന്ന് സ്വസ്ഥതയില്ല എന്ന് പറയേണ്ടി വരും.
ഒരുപക്ഷെ നിങ്ങൾ വിദ്യാർത്ഥിയാണെങ്കിൽ സഹപാഠികൾക്കിടയിലും കുത്തിത്തിരിപ്പുകൾ വളരെ കൂടുതലാണ് നിങ്ങൾ അനുഭവിച്ചു വരുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്നായിട്ട് ഇനി കണ്ടു തുടങ്ങും. ഈ പറഞ്ഞവയിൽ നിങ്ങളുടെ കഴിവുകൊണ്ട് നിങ്ങൾ ഏതിനെ സ്വീകരിക്കുന്നു ആ സംഭവങ്ങളുടെ പ്രതിഫലനം നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരു സൈക്കിളിൽ യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ആഡംബര കാറിൽ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുമെന്ന് ചുരുക്കം. ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ ആഗ്രഹ സാഫല്യങ്ങൾ ഇനി ഇവിടെ മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് വന്നു ഭവിക്കാൻ പോകുന്നത്. അതായത് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആഭരണങ്ങൾ പോലുള്ള ആഡംബര വസ്തുക്കൾ അല്ലെങ്കിൽ ഭക്ഷണ വിഭവങ്ങൾ എന്നിവയെല്ലാം മതിമറന്ന് ആസ്വദിക്കാൻ കിട്ടുന്ന അവസരങ്ങളാണ് ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത്. അടുത്തതായിട്ട് 4 എന്ന സംഖ്യ ഇഷ്ടസംഖ്യയായിട്ട് തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾ ധൈര്യം സംഭരിച്ച് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഭയം മൂലം നിങ്ങൾക്കത് ശരിയായിട്ട് ചെയ്തു തീർക്കാൻ സാധിക്കാറില്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടുമ്പോൾ കിട്ടും, അല്ലെങ്കിൽ ഞാനിപ്പോ ഇറങ്ങി പുറപ്പെട്ടാൽ കാര്യം എനിക്ക് അനുകൂലമാവുമോ അല്ലെങ്കിൽ ദോഷമാകുമോ, ഇനി അതെല്ലാം നഷ്ടമാകുമോ ലാഭമാകുമോ, അങ്ങനെയുള്ള ഒരു ആശങ്കയും നിങ്ങളിൽ കൂടെ കൂടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഈ ഒരൊറ്റ നെഗറ്റിവിറ്റി ഓൾറെഡി നിങ്ങളിൽ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്നത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളും നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പറയാൻ കാരണം ഇവിടെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് സാമ്പത്തികം തന്നെയാണ്. അതായത് 10 കിട്ടിയാൽ 20ന്റെ ചിലവാണ് നിങ്ങളുടെ കുടുംബത്തിൽ അനുഭവപ്പെടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. വാസ്തവം പറഞ്ഞാൽ ഈ പറഞ്ഞതു തന്നെയാണ് നിങ്ങളുടെ സ്വസ്ഥത നശിക്കാനുള്ള ഏറ്റവും പ്രധാന കാരണം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. മാത്രവുമല്ല ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ചില കാര്യങ്ങൾ നിങ്ങൾ വീട്ടിലേക്ക് മേടിക്കണം എന്ന് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്. അത് നിങ്ങളുടെ ചിരകാലമായിട്ടുള്ള ആഗ്രഹങ്ങളുമാണ്. അതും ഈ പറഞ്ഞതുപോലെ കിട്ടും കിട്ടില്ല എന്ന മട്ടിൽ ആദ്യമൊക്കെ ഒരു സംശയം പ്രകടിപ്പിക്കുമെങ്കിലും അതിനെ തുടർന്ന് ആ കാര്യങ്ങളും നിങ്ങൾക്കിപ്പോൾ നടന്നു കിട്ടാൻ പോവുകയാണ്. ഈ പറഞ്ഞത് ഏതെങ്കിലും ഗൃഹോപകരണങ്ങളാവാം, സ്വർണ്ണാഭരണങ്ങളാകാം, അല്ലെങ്കിൽ വിവാഹ ബന്ധങ്ങളും ആകാവുന്നതാണ്. ഇതിനെല്ലാം ഈ പറഞ്ഞതുപോലെ ആദ്യം ഒരു തടസ്സം പോലെ ചില ലക്ഷണങ്ങൾ കാണുമെങ്കിലും അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ട് പിന്നീട് പരിണമിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന ഫലങ്ങൾ കൃത്യമായിട്ടുള്ളതായിരിക്കും. നിങ്ങൾ ഓരോരുത്തർക്കും ഇത് എത്രമാത്രം ശരിയാണ് എന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. കാരണം ഇത് കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജെന്യൂനിറ്റി തിരിച്ചറിയാൻ അത് സഹായകമാകും. അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.